അവയവദാനത്തിൽ പണമിടപാട് നടന്നുവെന്ന് കണ്ടെത്തിയാൽ സ്വകാര്യ ആശുപത്രികളെ ലൈസൻസ് റദ്ദാക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. വ്യക്തികൾ തുറന്നു പറയാത്തിടത്തോളം കാലം ഇടനിലക്കാർക്കെതിരെ നടപടിയെടുക്കാൻ കഴിയില്ലെന്ന് മന്ത്രി പറഞ്ഞു. അവയവ കച്ചവട കേസുകളിൽ വിശദമായ അന്വേഷണം നടക്കുകയാണെന്ന് മുഖ്യമന്ത്രിയും നിയമസഭയെ അറിയിച്ചു. മരണാനന്തര അവയവദാനം നിരുത്സാഹപ്പെടുത്തുന്ന പല സാഹചര്യങ്ങളും സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. അവയവദാനത്തിൽ 10% താഴെ മാത്രമാണ് മരണാനന്തര അവയവദാനം നടക്കുന്നത്. ശക്തമായ നിരീക്ഷണങ്ങൾ കേസോട്ടോ വഴി ഇതിനായി ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. അവയവദാനത്തിൽ ഔദ്യോഗികമായ ഒരു പരാതി കേസോട്ടോയ്ക്ക് മുൻപിൽ എത്തിയിട്ടില്ല എന്നും മന്ത്രി പറഞ്ഞു. പണമിടപാട് ഇതിൽ ഒരു കാരണവശാലും നിയമപരമായിട്ട് അനുവദിക്കപ്പെടുന്നതല്ല. പണമിടപാട് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് കുറ്റകരമാണ്. ഏത് ആശുപത്രിയിലാണ് അങ്ങനെ പണമിടപാട് നടന്നതായിട്ടോ അല്ലെങ്കിൽ ഇടനിലക്കാർ ഉള്ളതായിട്ടോ തെളിഞ്ഞാൽ ആ ആശുപത്രിയുടെ ട്രാൻസ്പ്ലാന്റിന്റെ ലൈസൻസ് റദ്ദാക്കുന്നതിന് ഈ നിയമം അത് വ്യവസ്ഥ ചെയ്യുന്നുണ്ട് സർ. അവയവ കച്ചവടത്തിൽ സംസ്ഥാനത്ത് നെടുമ്പാശ്ശേരിയിലും തിരുവനന്തപുരം പൂജപ്പുരയിലും പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇതിൽ വിശദമായ അന്വേഷണം നടത്തിവരികയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അവയവ റാക്കറ്റുകളുടെ പ്രവർത്തനങ്ങൾ തടയുന്നതിന് ശക്തമായ നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരം പ്രവർത്തനം ശ്രദ്ധയിൽപ്പെട്ടാൽ കുറ്റക്കാർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് കർശന നടപടി സ്വീകരിച്ചു വരികയാണ്. അവയവദാനത്തിൽ ഇടനിലക്കാരുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായി ഒരു പരാതിയും സർക്കാരിന് ലഭിച്ചിട്ടില്ല. ഏതെങ്കിലും തരത്തിലുള്ള പിഴവ് കണ്ടെത്തിയാൽ കർശന നടപടി സ്വീകരിക്കും. അവയവദാനവുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധാരണകളിൽ ജനങ്ങളെ ബോധവൽക്കരിക്കുമെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. മീഡിയ 1 തിരുവനന്തപുരം.